ഇനി കടക്കാൻ പോകുന്നത് ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. എങ്ങനെയാണ് സ്വർണ്ണത്തിന് മാറ്റമുണ്ടോ അതോ കുറവുണ്ടോ എന്നൊക്കെ നോക്കാം. ഇന്നലെ ഗ്രാമിന് 45 രൂപയാണ് കൂടിയത്. ഇന്ന് പക്ഷേ സ്വർണ്ണവിലയിൽ മാറ്റമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ 71,480 എന്ന വലിയ വിലയിൽ നിൽക്കുകയാണ് ഇപ്പോഴും. അതെ, അങ്ങനെ കാര്യമായിട്ടുള്ള താഴേക്ക് പോകുന്നില്ല. ഗ്രാമിന് 8,935 എന്നതാണ് ഇന്നലത്തെ അതേ വില നിലവാരം തന്നെയാണ് സ്വർണത്തിൽ ഇന്ന് ഇപ്പോഴും വിപണിയിൽ കാണുന്നത്. പിന്നെ പണിക്കൂലി അതടക്കമുള്ള കാര്യങ്ങളാകുമ്പോൾ വീണ്ടും പൈസ അങ്ങ് കൂടി പോകും. ഇനി ഇന്നത്തെ ഓഹരി വിപണി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പരിശോധിക്കാം. സെൻസെക്സും നിഫ്റ്റിയും നഷ്ടത്തോടെയാണ് വ്യാപാരം തുടങ്ങിയത്. ഓഹരി കമ്പോളത്തിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. സെൻസെക്സ് 81,313. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പിന്നെ പെട്ടെന്നുള്ളൊരു കുതിപ്പ് കണ്ടാണ് 2,900 പോയിന്റൊക്കെ ഒറ്റ ദിവസം കൂടുന്ന കണ്ടാണ്. പിന്നീട് അതങ്ങനെ ഒരു സ്റ്റഡി പേസിൽ പോയിക്കൊണ്ടിരിക്കുന്നു. 234 പോയിന്റ് ആണ് കുറവുള്ളത്. 81,313 എന്ന വലിയ സൂചിയിൽ തന്നെയാണ് നിൽക്കുന്നത് നിഫ്റ്റി. 24,745 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടത്തുന്നത്. നിഫ്റ്റിയിലും ഇടിവാണ് രേഖപ്പെടുത്തിയത്. അങ്ങനെ പ്രധാനമായിട്ടും ഓഹരി വിപണിയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയാണ്. കൃത്യമായി കളമറിഞ്ഞ് കളിക്കുന്നവർക്ക് വേണ്ട വിധത്തിൽ ലാഭം ഉണ്ടാക്കാൻ അനുകൂലമായ നിലപാടാണ് വിപണിക്കുള്ളത്.